നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇറ്റലി പ്ലേ ഓഫ് ഫൈനലിൽ തോറ്റ്, യൂറോപ്യൻ പ്ലേ ഓഫ് ഫൈനലിൽ തോറ്റ്, ബോസ്നിയയോട് തോറ്റ് ഇനി ഈ ലോകകപ്പിന് തുടർച്ചയായി മൂന്നാമത്തെ ലോകകപ്പിന് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വന്ന ഈ ടീമാണ്. പക്ഷേ ഇതാ ഇപ്പോൾ വീണ്ടും ഇറ്റലിക്ക് സാധ്യത എന്നാണ് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് മറ്റൊന്നുമല്ല കാരണം, ഇറാൻ നേരത്തെ യുദ്ധം കാരണം അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം തങ്ങൾ ലോകകപ്പിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇറാൻ ഫിഫയോട് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു. തങ്ങളുടെ 3 കളികൾ, ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 കളികൾ അമേരിക്കയിലാണ് നടക്കുന്നത്, ഇത് മെക്സിക്കോയിലേക്കൊന്ന് മാറ്റിത്തരണം എന്ന് ഫിഫയ്ക്ക് ഒരപേക്ഷ നൽകിയിരുന്നു. ഈജിപ്ത്, ബെൽജിയം, ന്യൂസിലൻഡ് ഈ 3 രാജ്യങ്ങൾക്കെതിരായ കളികളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇറാനുള്ളത്. ഈ കളികളെല്ലാം അമേരിക്കയിൽ വെച്ചാണ്, ഫിക്സ്ചറിൽ അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ഫിക്സ്ചർ ഒന്ന് പരിഷ്കരിച്ച് മെക്സിക്കോയിലേക്ക് മാറ്റണം തങ്ങളുടെ കളികൾ എന്ന് ഫിഫയോട് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഇന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ടുകളായിട്ട് പുറത്തുവിടുന്നത് ഈ ആവശ്യം ഫിഫ തള്ളി എന്നാണ്. ഇതോടെ മറ്റൊരു അഭ്യൂഹം കൂടി പരന്നു. ഇറ്റലി വീണ്ടും ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത തെളിയാണ് ഇറ്റലിക്ക് മുന്നിൽ. കാരണം ഇറാൻ പിൻവാങ്ങുകയാണെങ്കിൽ, ഇറാൻ ഇപ്പോൾ നേരത്തെ മുതലേ ഭീഷണിപ്പെടുത്തുന്നത് പിൻവാങ്ങും, ലോകകപ്പിൽ നിന്ന് പിൻവാങ്ങും എന്നാണ്. അത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ, അങ്ങനെ വന്നാൽ ലോകകപ്പിൽ ഒരവസരം കൂടി, ഒരു സ്ഥാനം കൂടി വരും. 48 ടീമുകളാണ് മൊത്തം ലോകകപ്പിൽ കളിക്കുന്നത്. ഇതിൽ നിന്ന് ഇറാൻ നേരത്തെ യോഗ്യത നേടിയിരുന്നു. യോഗ്യത നേടിയ ഇറാൻ ഈ പ്രശ്നത്തിൻ്റെ പുറത്ത് പിൻവാങ്ങുകയാണെങ്കിൽ ഒരു ടീമിന് വീണ്ടും കളിക്കാം. അങ്ങനെ വരുമ്പോൾ ഏഷ്യയിൽ നിന്നുള്ള ടീമാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് ഏഷ്യയിൽ നിന്നുള്ള 2 ടീമുകളെയും ഒപ്പം യൂറോപ്പിൽ നിന്നുള്ള 2 ടീമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലേ ഓഫ് നടത്തുമെന്നും ആ പ്ലേ ഓഫിൽ ജയിക്കുന്ന ടീമിനെ ലോകകപ്പിൽ യോഗ്യത നേടാമെന്നും ഉള്ള ഒരു അവസരമുണ്ടാകുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ യൂറോപ്പിൽ നിന്ന് ഇറ്റലിക്ക് ആ പ്ലേ ഓഫ് കളിക്കാം. കാരണം യൂറോപ്പിൽ നിന്ന് ലോകകപ്പിന് യോഗ്യത നേടാത്തവരുടെ ടീമുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ടീം ഇറ്റലിയാണ്. അപ്പോൾ അതോടെ ഇറ്റലിക്ക് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കും. അങ്ങനെ വന്നാൽ വീണ്ടും ഇറ്റലിക്ക് ലോകകപ്പ് കളിക്കാം എന്നൊരു സാധ്യതയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിഫ അങ്ങനെ തീരുമാനമെടുത്തോ എന്നൊന്നും അറിയില്ല. ഒപ്പം തന്നെ ഇറാൻ തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ഈ അഭ്യൂഹങ്ങൾ ശക്തമാണ്, അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. എന്തായാലും ഇറ്റലി പല വഴിയിലൂടെ ലോകകപ്പിൽ എത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിന് ഫിഫയുടെ ഒരു പിന്തുണയുണ്ട് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലാണ് ബാക്കി കാര്യങ്ങൾ അറിയുക. അങ്ങനെ ഒരു പ്ലേ ഓഫ് നടക്കുമോ, ആദ്യം ഇറാൻ പിൻവാങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഔദ്യോഗികമായിട്ട്. അങ്ങനെ വന്നാൽ ഇങ്ങനെ ഒരു പ്ലേ ഓഫ് നടക്കുമോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.